കുറച്ച് നാൾ മുമ്പ് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിലെ BJP-ക്കാർക്കെതിരെ താൻ നടപടി സ്വീകരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ നടപടി സംഭവിക്കാൻ പോകുന്ന ശശി തരൂരിനെതിരെയാണോ? ആ നടപടി ഉണ്ടാകുമ്പോൾ ശശി തരൂരിനെതിരെ ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായി തിരുവനന്തപുരത്ത് ഒരു ഇലക്ഷനും വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അല്ല, ശശി തരൂർ BJP-ക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല, BJP പോകുമെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ പ്രധാനമന്ത്രി ഏൽപ്പിച്ചു. MP അല്ല, രാഹുൽ ഗാന്ധി പറയുന്നത് ഇപ്പോൾ ഇടക്കാലത്ത് കോൺഗ്രസിനുള്ളിൽ BJP-ക്കാരുടെ അനുഭാവികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ പ്രധാനമന്ത്രി ചില ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആ കൃത്യം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. ഇപ്പോഴും അതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പാർലമെൻറ്റിൽ ഒരു MP അല്ലേ, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയല്ലേ? ഒരിക്കൽ നമ്മുടെ പ്രേമചന്ദ്രനെ വിളിച്ചില്ലേ, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാണണമെന്നല്ല, കാണണം എന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ചെന്നു. വാ, ക്യാൻറ്റീനിൽ ചായ കുടിക്കാം അല്ലേ, അതിനകത്തെന്താ, തെറ്റെന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പം തരൂർ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ BJP-യിലേക്കില്ല. ഇദ്ദേഹം എന്തായാലും ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ ലൈനൊന്നുമില്ല, അത് ഉറപ്പായ കാര്യമാണ്. 4 തവണ ഇവിടെ മത്സരിച്ചു, വിജയിച്ചു. 4ാമത്തെ തവണ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനിയില്ല മത്സരിക്കാൻ, ഇതെൻ്റെ അവസാനത്തെ മത്സരമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു മണ്ഡലത്തിലും അദ്ദേഹം മത്സരിക്കാൻ ഉണ്ടാകത്തില്ല. അല്ല, അപ്പോഴെല്ലാവരും പറഞ്ഞത് ഒരു പരാജയ ഭീതി കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 16,000 വോട്ടിന് മാത്രമാണ് അദ്ദേഹം വിജയിച്ചിരുന്നത്. വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ പരാജയം ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു പ്രസ്താവനയിലേക്ക് എത്തിയതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അദ്ദേഹത്തിന് യാതൊരു പരാജയ ഭീതി ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എതിരെ മത്സരിക്കുന്ന ആരാ? രാജീവ് ചന്ദ്രശേഖറാണ്, പ്രധാനമന്ത്രിയുടെ അടുത്ത ആളാണ്. പല പദ്ധതികളും തിരുവനന്തപുരത്തിന് കിട്ടും. ആ പദ്ധതികൾ ഏതൊക്കെയാണെന്നും ഒക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പരാജയം മണത്തറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങ് ഒരു തവണ കൂടി ജയിച്ചു പോയി. അതെന്തെങ്കിലും ആകട്ടെ, തരൂർ എന്തായാലും ഇനി മത്സരിക്കാനില്ല. തരൂർ നോട്ടമിടുന്നത് ഇപ്പം BJP അല്ലെങ്കിൽ മോദിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ടൊരു കേന്ദ്രമന്ത്രി സ്ഥാനവുമല്ല. കേന്ദ്രമന്ത്രിക്കപ്പുറത്തും ചില സ്ഥാനങ്ങളുണ്ടല്ലോ. തരൂർ പഠിച്ചു വന്നതും ഇതുവരെ കൈകാര്യം ചെയ്തു വന്നിട്ടുള്ളതുമായ കാര്യങ്ങളുണ്ട്, നയതന്ത്ര സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് പോകാനാണ് തരൂരിന് താല്പര്യം. തരൂരിന് വയസ്സ് 10-70 അടുത്താകുന്നുണ്ടെങ്കിലും അദ്ദേഹം നല്ല ഊർജ്ജസ്വലനായിട്ടല്ലേ ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് എത്രാമത്തെ വയസ്സിലാണ്? 83ാമത്തെ വയസ്സിലാണ് അല്ലേ? അപ്പോൾ തരൂരിന് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു നയതന്ത്ര സ്ഥാനത്തിൽ UN സെക്രട്ടറി ജനറലോ ട്രംപുമായിട്ടൊക്കെ ഒന്ന് നല്ല ബന്ധത്തിൽ ഉണ്ടായി കാര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ അതാകുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നയതന്ത്ര സ്ഥാനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ MP സ്ഥാനം എന്തായാലും രാജിവെക്കണം. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1 വർഷം പിന്നിടുന്നതേ ഉള്ളൂ. പിന്നെയും നിൽക്കുകയാണ് 4 വർഷം. അപ്പോൾ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. ഇത് മോദി വളരെ തന്ത്രപൂർവമായിട്ട് ഇവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തരൂരിന് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് കൊടുത്താൽ തരൂർ അതിൽ തൃപ്തനാകുമെന്ന് നന്നായിട്ടറിയാം. തിരുവനന്തപുരം BJP-ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. തൃശ്ശൂരിനേക്കാൾ മുമ്പ് കിട്ടേണ്ടതാണിത്. തൃശ്ശൂർ പിന്നീട് സുരേഷ് ഗോപി 2014 മുതൽ 2ാം സ്ഥാനത്താണ്. 2009 മുതൽ വളരെ നോട്ടമിടുകയാണ്. രാജഗോപാൽ എന്ന് മത്സരിക്കുകയാണ്. രാജഗോപാൽ ഒരു തവണ വിജയിച്ചു എന്നും പറഞ്ഞ് BJP ഓഫീസിൽ നിന്ന് കൊടിയും തോരണവും എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് തീരദേശത്തെ വോട്ടെണ്ണിയപ്പോൾ 2014 വോട്ടെണ്ണിയപ്പോൾ തകിടം പറഞ്ഞു പോയി. പിന്നെ അതുകൊണ്ട് എന്താണ്, ഏറ്റവും അവസാനം എണ്ണുന്നത് തീരദേശമാണ്. തീരദേശം എണ്ണിക്കഴിഞ്ഞിട്ട് വിജയാഹ്ലാദം തുടങ്ങത്തുള്ളൂ ആരും. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കുറച്ച് വിശ്വാസമുണ്ട്. പക്ഷേ അത് ഇനി എങ്ങനെ മാറി വരുമെന്ന് അറിയത്തില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തോറ്റു കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തൃശ്ശൂരിനേക്കാൾ മുമ്പ് കിട്ടേണ്ട ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്, ക്ലാസ് മണ്ഡലവുമാണ്. ഇവിടെ LDF ഒന്നുമല്ലാതായി പോയി എന്നുള്ളതാണ്.
ഒരു 3-ാം സ്ഥാനത്തേക്കല്ലേ പോകുന്നത്. കുറേ കാലമായിട്ട് 3-ാം സ്ഥാനത്തേക്കാണ്. ഒരു തവണ, എല്ലാ തവണയും CPIക്കാണ്. ഒരു തവണ അത് പെയ്ഡ് സീറ്റായി മാറുകയും വലിയ വിവാദം ഉണ്ടാവുകയും ദിവാകരനെയൊക്കെ ആ പേരിൽ പാർട്ടിയിലെ ചില ശാസന കേൾക്കേണ്ടി വരികയും ചെയ്തു 2014. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ ഇവരെല്ലാം മാറി മാറി മത്സരിച്ച് വരികയാണ്. അല്ലെ, CPIയെ സംബന്ധിച്ചിടത്തോളം ആ വിവാദത്തിന് ശേഷം 2019 ദിവാകരനും 2024 പന്നിയൻ രവീന്ദ്രനുമാണ് മത്സരിക്കുന്നത്. അതെ. എന്നിട്ട് പോലും 2-ാം സ്ഥാനത്ത് എത്താൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ 2-ാം സ്ഥാനത്തേക്കെന്നല്ല 3-ാം സ്ഥാനത്തേക്ക് മാന്യമായിട്ടെങ്കിലും 3-ാം സ്ഥാനത്ത് നിന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലുള്ള, അത് BJPക്ക് കിട്ടാനുള്ള സാഹചര്യം ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പം തരൂർ എന്തായാലും ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയേ പറ്റുകയുള്ളൂ. അത് ഈ തരൂരിന് പകരം കോൺഗ്രസ് ആരെ ഇറക്കും ഇവിടെ? തരൂര് മത്സരിച്ച ഒരു മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. അത് എനിക്ക് തിരുവനന്തപുരം നിവാസി എന്നുള്ള രീതിയിൽ, തിരുവനന്തപുരത്തെ വോട്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല 4 തവണയായിട്ട്. ഇത് 4ാമത്തെ തവണ. അപ്പോൾ പക്ഷെ തരൂരിൻ്റെ വോട്ട് എങ്ങനെ കിട്ടി? തരൂരിൻ്റെ ഒരു പ്രൊഫൈൽ വളരെ വലുതാണ്. ഒരു പട്ടണത്തിലെ ജനം തരൂരിനെ കാണുന്നത് വേറൊരു തരത്തിലാണ്. അല്ല, അതുമാത്രമല്ല, ഈ BJP പേടിയും ഉണ്ടല്ലോ, BJP വിജയിച്ച് കയറുമെന്ന് പറഞ്ഞുള്ള രീതിയിൽ തീരപ്രദേശ വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇനി തരൂരിന് പകരമായി കോൺഗ്രസ് ആരെ കൊണ്ടുവന്ന് നിർത്തും? അതിന് പകരമായിട്ട് ഇപ്പോഴും മനസ്സിൽ കുപ്പായം തയ്ച്ചിട്ട് നിൽക്കുന്ന പലരും കാണുമായിരിക്കും. തരൂര് നിന്ന മണ്ഡലത്തിൽ തരൂരിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരാൾ വേണമല്ലോ. അതിന് ആ കോൺഗ്രസിൽ നിന്ന് എന്തായാലും ആരും ഉണ്ടാകത്തില്ല. ഒരു കാലത്ത് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ചാൾസ് MP ഉണ്ടായിരുന്നു കോൺഗ്രസിലെ. പിന്നെ ശിവകുമാർ മത്സരിച്ചു. അല്ല, ഇപ്പോൾ കോൺഗ്രസിന്റെ ചാവേറായ മുരളീധരൻ വരും വീണ്ടും തിരുവനന്തപുരം. മുരളീധരൻ എനിക്ക് തോന്നുന്നു പിന്നെയും നല്ല മത്സരം കാഴ്ചവെക്കും. മുരളീധരന് തിരുവനന്തപുരത്ത് അല്പം ബന്ധങ്ങളുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലം നല്ല രീതിയിൽ സംരക്ഷിച്ച പോന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വട്ടിയൂർക്കാവ് വിട്ടു പോകാനായിട്ട് മുരളീധരന് ഒരു താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മുരളീധരനെ പലയിടങ്ങളിലായിട്ട് ഇവർ ഉപയോഗിച്ചു. ഇവിടെ നേരെ വടകര കൊണ്ടുപോയില്ലേ? വടകര കൊണ്ടുപോയി വടകരയും മുരളീധരൻ അത് നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ അവിടുന്ന് നേമത്ത് കൊണ്ടുവന്നു, നേമത്തുനിന്ന് തോറ്റു. പിന്നീട് എവിടെ തൃശ്ശൂർക്ക് കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ ഇവിടെല്ലാം അദ്ദേഹത്തെ കാലുവാരുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴി ഒരുങ്ങും. കാരണം ശശി തരൂർ ഈ നയതന്ത്ര സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ MP സ്ഥാനം രാജിവെക്കും. MP സ്ഥാനം ഒന്നും തരൂരിനൊരു ഭൂഷണമല്ലെന്നേ. തരൂരിന് അതല്ല നോട്ടം. തരൂരിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് വലിയ ഉയർന്ന സ്ഥാനങ്ങളിൽ, ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ സ്ഥാനം ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തരൂർ ശോഭിക്കും. അല്ല, തരൂർ അങ്ങനെ പരാജയങ്ങൾ പെട്ടത് കൊണ്ടാണോ? കാരണം ഈ AICCയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മത്സരിച്ചു, പരാജയപ്പെട്ടു. പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ശ്രമവുമായി ബന്ധപ്പെട്ട് NSSലും പാണക്കാടും എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടും ഒരു ഓളം ഉണ്ടാക്കി. എന്നിട്ടും ഒരു പ്രയോജനമില്ലെന്ന് തോന്നലായിരിക്കുമോ? അത് തരൂരിനെ കോൺഗ്രസ്സുകാർ ശരിയായിട്ട് മനസ്സിലാക്കിയില്ല, തരൂരിനെ ഉപയോഗിച്ചുമില്ല. അതുകൊണ്ടാണ് തരൂരിൻ്റെ വഴി തേടിപ്പോയത്. തരൂർ തന്നെ ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ, എന്നെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴി തേടി പോകും. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. അത് BJPയുടെ കൈകളിലേക്കും പോവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.